ഉണ്ണീശോയുടെ പ്രിയപ്പെട്ടവരെ, നക്ഷത്ര വഴികളിലൂടെ നാം ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടു. തൻ്റെ ഏകപുത്രൻ വഴി നാം ജീവിക്കേണ്ടതിനായി ദൈവം അവനെ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ 1:49. ദൈവം തൻ്റെ തിരുക്കുമാരനെ ദാനമായി തന്നതുപോലെ യേശു മിശിഹ തന്നെ പൂർണ്ണമായും മാനവകുലത്തിന് നൽകി. കുരിശിൻ ചുവട്ടിൽ വെച്ച് തൻ്റെ അമ്മയെയും കുരിശിൽ വെച്ച് ഹൃദയം തുളച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെയും മാനവകുലത്തിന് മുഴുവൻ ആയി തന്നു. സ്നാപക യോഹന്നാന്റെ അടുക്കൽ ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ചവരോട്, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ എന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞത്, അതായത് 50% ഈശോ മിശിഹ അത് അല്പം കൂടി വിശദീകരിക്കുന്നുണ്ട്. തന്നെ തന്നെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെയും സ്നേഹിക്കുക, അതായത് കണക്കുകൾ നോക്കാതെ സഹോദരന് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക. നമ്മുടെ സമ്പത്തിന്റെ മാത്രമല്ല, സമയത്തിൻ്റെയും കഴിവുകളുടെയും നമുക്ക് ദൈവം ദാനമായി തന്ന എല്ലാത്തിൻ്റെയും, നമ്മുടെ മക്കളുടെയും ദശാംശം ഈശോ മിശിഹായ്ക്കായി സഭയ്ക്കായി കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു. മലാക്കി 3:10. ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ദൈവം തന്നെ ദശാംശം കൊടുത്ത് ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ട് നമ്മെ വെല്ലുവിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ മാസത്തെ ദശാംശം പറ്റുമെങ്കിൽ ഇന്നു തന്നെ മാറ്റിവെച്ച് അത് ഏറ്റവും അർഹിക്കുന്ന ഒരാൾക്ക് നേരിട്ട് കൊടുക്കുവാൻ ആയിട്ട് ഒന്ന് പരിശ്രമിക്കാലോ. നാം അങ്ങനെ ദശാംശം മാറ്റിവെച്ചാൽ ഈശോ തന്നെ അത് അർഹിക്കുന്ന ഒരാളെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് തരിക തന്നെ ചെയ്യും. നമുക്കിന്ന് അങ്ങനെയൊരു തീരുമാനമെടുത്ത് നമ്മുടെ കുടുംബത്തെയും സമുദായത്തെയും ഉണ്ണീശോയ്ക്ക് സമർപ്പിക്കാം.